എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഒരുപാട് സ്നേഹിച്ചവരെ, ഇഷ്ടപ്പെട്ടവർ ഒരുപക്ഷെ നമ്മളിൽ നിന്നും അകലം പാലിക്കുന്നുണ്ടാവാം, അല്ലെങ്കിൽ നമ്മളെ അവഗണിക്കുന്നതായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടാവാം. അപ്പോൾ അതിന് പല കാരണങ്ങളുണ്ട്. അപ്പോൾ ഒരു കാരണം എന്ന് പറഞ്ഞത് അവർക്ക് നമ്മളെക്കൊണ്ടുള്ള ആവശ്യങ്ങൾ പൂർത്തിയായിരിക്കുന്നു എന്നുള്ളതാണ്. ഇനി മറ്റൊരു കാരണം അവരൊരു പക്ഷേ നമ്മളെ മടുക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെ മടുക്കാൻ തുടങ്ങുമ്പോഴാണ് അവർ നമ്മളെ കുറ്റപ്പെടുത്താൻ തുടങ്ങുക. ആ കുറ്റപ്പെടുത്തലുമല്ലേ ഒറ്റപ്പെടുത്തലിലേക്ക് വഴിവെക്കുന്നതും കാണാം. അപ്പോൾ അങ്ങനെ ഒറ്റപ്പെടലിൻ്റെ ഭാരം പേറി ജീവിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ വില മറ്റുള്ളവരെ അറിയിക്കാൻ, പ്രത്യേകിച്ച് നിങ്ങളെ അവഗണിക്കുന്നവരെ നിങ്ങളുടെ വില അറിയിച്ചു കൊടുക്കാനായിട്ട് ഇനി പറയുന്ന 5 കാര്യങ്ങൾ ചെയ്താൽ മതി. നിങ്ങൾ വളരെയധികം സ്ട്രോങ് ആവും. ഈ വീഡിയോ നിങ്ങൾക്ക് വളരെയധികം ഹെൽപ്ഫുൾ ആവുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത്. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല, ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത്. ഒന്നാമത്തെ കൂൾ ഡിഫൻസ് ടെക്നിക് സ്വായത്തമാക്കുക എന്നുള്ളതാണ്. അതായത് നമ്മൾ കണ്ടിട്ടില്ലേ, ഈ ഇരുമ്പ് ഉരുക്കി അതിനെ മറ്റ് ഒരു ഇരുമ്പ് കൊണ്ട് അടിച്ച് പരത്തി പല രൂപത്തിലാക്കുന്നു. അങ്ങനെ ആയുധങ്ങളൊക്കെ നിർമ്മിക്കുന്ന കാണാറുണ്ട്, അല്ലെങ്കിൽ പല വസ്തുക്കൾ ഉണ്ടാക്കുന്ന കാണാറുണ്ട്. അപ്പോൾ ഇവിടെ ഒരു ഇരുമ്പ് ഉപകരണം ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് ഈ മറ്റൊരു ഇരുമ്പ് ഉപകരണത്തെ അടിച്ചു പരത്തുന്നത്. അപ്പോൾ ഈ അടിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണത്തിന് ഒന്നും പറ്റുന്നില്ല, അതും ഇരുമ്പ് തന്നെയാണ്. എന്നാൽ ഈ മറ്റേ പഴുത്തിരിക്കുന്ന ഇരുമ്പാകട്ടെ അത് പരന്നു പോവുകയും ചെയ്യുന്നു. അപ്പോൾ അതും ഇരുമ്പ് തന്നെയാണ്, ഇതും ഇരുമ്പ് തന്നെയാണ്. പക്ഷേ എന്തുകൊണ്ടാണ് ഒരു ഇരുമ്പിന് മാത്രം രൂപമാറ്റം സംഭവിക്കുന്നത്? കാരണം അത് പഴുത്തിരിക്കുന്നതുകൊണ്ടാണ്. ഇവിടെ കൂളായിട്ടിരിക്കുന്ന, തണുത്തിരിക്കുന്ന ആ ഇരുമ്പ് ഉപകരണത്തിന് ഒന്നും സംഭവിക്കുന്നില്ല. ഒരു കൂടവാകാം, അപ്പോൾ ആ കൂടം കൊണ്ട് അടിച്ചു പരത്തുന്നു, ഈ പഴുത്തിരിക്കുന്ന ആ ഒരു ഇരുമ്പിനെ അടിക്കുന്നു, അപ്പോൾ അത് പരക്കുന്നു. അപ്പോൾ ഇതിൽ നിന്ന് നമുക്കൊരു കാര്യം വ്യക്തമാണ്. ചൂടായിട്ടിരിക്കുന്ന ഒരു പ്രതലത്തിനാണ്, അല്ലെ ആ ഒരു ലോഹത്തിനാണ് ഒരു രൂപമാറ്റം സംഭവിക്കുന്നത്. നമ്മളിങ്ങനെ പെട്ടെന്ന് ഓരോ കാര്യങ്ങളിലും ഇങ്ങനെ തിളച്ച് മറിയുമ്പോൾ, ട്രിഗേർഡ് ആകുമ്പോൾ, അത് നമ്മളെ ഇമോഷണലി ഭയങ്കരമായിട്ട് അഫക്റ്റ് ചെയ്യുമ്പോഴാണ് നമ്മുടെ ജീവിതം തന്നെ ആ ഒരു ഇതുകൊണ്ട് മാറി മറിഞ്ഞു പോകുന്നത്. എന്നാൽ നമ്മൾ കൂളാണെങ്കിലോ നമ്മളെ ബാധിക്കത്തില്ല, നമുക്കിതൊക്കെ അറിയാവുന്ന കാര്യമാണ്. ഓക്കെ, അവരെന്നെ ഇട്ടിട്ട് പോയി, അല്ലെങ്കിൽ അവരെന്നെ അവഗണിക്കുന്നു, നമ്മളെ ഒന്നും ബാധിക്കാൻ പോകുന്നില്ല. അപ്പോൾ ആ ഒരു കൂളായിട്ടിരിക്കാനുള്ള, ഇമോഷണലി കൂളായിട്ടിരിക്കാനുള്ള, ഒന്നിനാലും ട്രിഗർ ചെയ്യപ്പെടാതിരിക്കാനുള്ള ഒരു മനക്കരുത്ത് നിങ്ങൾ ഉണ്ടാക്കിയെടുത്താൽ നിങ്ങളെ ഒന്നും ബാധിക്കത്തില്ല. അങ്ങനെ ഇരിക്കുന്ന നിങ്ങളോട്, നിങ്ങളെ അവഗണിക്കുന്നവർക്ക് പോലും ഭയങ്കരമായിട്ട് നിങ്ങളുടെ വാല്യൂ മനസ്സിലാവും. അല്ലെങ്കിൽ നിങ്ങൾ അവരൊന്ന് അവഗണിക്കുമ്പോഴേ തകർന്നു പോയാൽ അവർക്ക് നിങ്ങളോട് പുച്ഛമായിരിക്കും. അല്ലെങ്കിൽ അങ്ങനെ നിൽക്കുന്നവരോട് ആർക്കും ഒരു വിലയും തോന്നത്തില്ല. കാരണം അവർക്കറിയാം അവരുടെ കയ്യിലെ പാവകളാണ് നിങ്ങൾ, അവർ തുള്ളിക്കുന്നതനുസരിച്ച് നിങ്ങൾ തുള്ളിക്കൊണ്ടിരിക്കും. അങ്ങനെയുള്ളവരോട് ആർക്കും ഒരു വിലയും തോന്നത്തില്ല. പക്ഷേ നിങ്ങൾ സ്ട്രോങ് ആണ്, കൂളാണെന്ന് കണ്ടു കഴിഞ്ഞാൽ അവർ പോലും നിങ്ങളെ ബഹുമാനിച്ചു പോകുമെന്നുള്ളതാണ്. ഇനി രണ്ടാമതായിട്ട്, ആരോടും ഒരു പരിധിയിലപ്പുറം ഒരു കാര്യങ്ങളും വിശദീകരിക്കാൻ നിൽക്കരുത്, സ്വയം വിശദീകരിക്കാൻ നിൽക്കരുത് എന്നുള്ളതാണ്. അതായത് നിങ്ങളെ യഥാർത്ഥത്തിൽ സ്നേഹിക്കുന്ന വ്യക്തിക്ക് നിങ്ങളുടെ ഒരു വിശദീകരണവും ആവശ്യമില്ല എന്നുള്ളതാണ്. കാരണം നിങ്ങളുടെ മേലൊരു തെറ്റിദ്ധാരണ ഉണ്ടാകുമ്പോഴും ആ വ്യക്തി നിങ്ങളെ കൃത്യമായിട്ട് മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ ആ തെറ്റിദ്ധാരണ എന്താണെന്ന് അതിൻ്റെ കാരണം ആ വ്യക്തി തന്നെ കണ്ടെത്തുകയും അത് തിരുത്തുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരിക്കലും ആ വ്യക്തിക്കൊന്നും വിശദീകരിച്ച് കൊടുക്കേണ്ട കാര്യമില്ല. കാരണം നിങ്ങളെക്കുറിച്ച് വളരെ കൃത്യമായിട്ടുള്ള ഒരു ധാരണ ആ വ്യക്തിക്കുണ്ടാവും. നിങ്ങൾ ഏതൊക്കെ സിറ്റുവേഷനിൽ എങ്ങനെയൊക്കെ പെരുമാറും, എങ്ങനെയൊക്കെ പെരുമാറത്തില്ല, അത് വളരെ കൃത്യമായിട്ട് ആ വ്യക്തിക്കറിയാം. അതുകൊണ്ട് പിന്നെ നിങ്ങൾ വിശദീകരിക്കേണ്ട ഒരു ആവശ്യം അവിടെ വരത്തില്ല. എന്നാൽ നിങ്ങളോട് സ്നേഹം അഭിനയിക്കുന്ന വ്യക്തിക്കാണ് നിങ്ങളിങ്ങനെ, ആ വ്യക്തിയുടെ മുമ്പിലാണ് ഇങ്ങനെ വിശദീകരിക്കേണ്ടി വരുന്നത്. പക്ഷേ അവിടെ നിങ്ങൾ തിരിച്ചറിയേണ്ട ഒരു കാര്യം, നിങ്ങളെ മനസ്സിലാക്കാത്ത, നിങ്ങളോട് സ്നേഹം അഭിനയിക്കുന്ന ആ വ്യക്തിയുടെ മുന്നിൽ നിങ്ങൾ സ്വയം വിശദീകരിച്ചാലും ആ വ്യക്തി അത് വിശ്വസിക്കുകയില്ല എന്നുള്ളതാണ്. കാരണം എന്താണ്? ആ വ്യക്തിക്ക് നിങ്ങളെ ഒരിക്കലും മനസ്സിലാക്കാൻ പറ്റത്തില്ല. കാരണം ആ വ്യക്തി നിങ്ങളെ യഥാർത്ഥത്തിൽ സ്നേഹിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ നിങ്ങളെ മനസ്സിലാക്കാൻ പറ്റാത്ത വ്യക്തിക്ക് നിങ്ങൾ എത്ര പറഞ്ഞു കൊടുത്ത് മനസ്സിലാക്കിക്കാൻ ശ്രമിച്ചാലും ആ വ്യക്തി നിങ്ങളെ മനസ്സിലാക്കത്തില്ല. അത് നിങ്ങളിപ്പോൾ എത്രമാത്രം ന്യായീകരിച്ച് തർക്കിക്കാൻ നിന്നാലും ആ വ്യക്തി നിങ്ങളെ കേൾക്കത്തില്ല. കാരണം നിങ്ങളിൽ കുറ്റം കണ്ടെത്താൻ മാത്രമായിരിക്കും ആ വ്യക്തിക്ക് സത്യം അറിയണമെന്ന് ആഗ്രഹം ഉണ്ടാകത്തില്ല. കാരണം നിങ്ങളെ എങ്ങനെയെങ്കിലും അകറ്റുക, അല്ലെങ്കിൽ നിങ്ങളെ ഒഴിവാക്കുക എന്നുള്ളതായിരിക്കും ആ വ്യക്തിയുടെ ലക്ഷ്യം. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ കുഞ്ഞു കുറ്റങ്ങളൊക്കെ പെരുകിപ്പിച്ച് കാണിക്കും. അപ്പോൾ അയാൾ മനസ്സിലാക്കാൻ ശ്രമിക്കാത്തതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ എത്ര പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്കിയിട്ട് ഒരു കാര്യമില്ല. അപ്പോൾ അങ്ങനെയുള്ള വ്യക്തികളുടെ മുമ്പിൽ സ്വയം ന്യായീകരിച്ചും സ്വയം വിശദീകരിച്ചും നാണം കെടാൻ നിൽക്കരുത്. അപ്പോൾ ചിലവരിങ്ങനെ നമ്മളെ വെറുതെ പ്രകോപിപ്പിക്കാനായിട്ട്, ഇങ്ങനെ അവർക്ക് തന്നെ അറിയാം ഇങ്ങനെയൊന്നുമില്ല, പക്ഷെ അവരിങ്ങനെ ഉണ്ടാക്കി പറഞ്ഞുകൊണ്ടേയിരിക്കും. അപ്പോൾ നമ്മളിങ്ങനെ സ്വയം വിശദീകരിച്ച് തെളിവും കൊടുത്തുകൊണ്ടിരുന്നാൽ അതങ്ങനെ എന്നും ജീവിതകാലം മുഴുവൻ അങ്ങനെ തന്നെ തുടരാനായിരിക്കും. ഇപ്പോൾ ഒരു പെൺകുട്ടിക്ക്, ഇപ്പോൾ ഒരു പുരുഷനെ സംശയമാണെന്ന് വെക്കുക, എല്ലാ കാര്യത്തിലും അവർക്ക് സംശയമാണ്. അപ്പോൾ ഒരു ഫോൺ കോള്, ഇപ്പോൾ ജിയോ സിമ്മിൽ നിന്നും ഒരു പരസ്യ മെസ്സേജ് വരുന്നു. അപ്പോൾ ക്ലിങ് എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ഒരു മെസ്സേജ് ടോൺ കേൾക്കുന്നു. ഉടനെ ഇവൾ ചോദിക്കുകയാണ്, ആരാണ് നിങ്ങൾ വിളിച്ച്, ഏത് പെണ്ണാണ് എന്ന് ഇവൾ ചോദിക്കുന്നുണ്ടെങ്കിൽ അതിവൻ സ്ക്രീൻഷോട്ട് സഹിതം അവളെ അയച്ചു കൊടുത്ത് കാണിച്ച് ബോധിപ്പിച്ചെന്ന് വെക്കുക. അവൾ അത് വിശ്വസിക്കുന്നു. പക്ഷേ അടുത്ത തവണ വീണ്ടും ഇതേ വെച്ചേക്കുമ്പോൾ ഇവൾ വീണ്ടും ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുക. അവളുടെ ആ ഒരു സംശയം അതൊരു രോഗമാണ്, അതുകൊണ്ടൊന്നും മാറാൻ പോകുന്നില്ല നിങ്ങൾ എത്ര തെളിവ് കാണിച്ചാലും. അപ്പോൾ പക്ഷേ നിങ്ങളെ യഥാർത്ഥത്തിൽ വിശ്വാസമുള്ള ഒരു വ്യക്തിയാണെങ്കിൽ
നിങ്ങളിപ്പോൾ അവളോട് ഫോൺ വിളിക്കുന്നതിൻ്റെ ഇടയ്ക്ക് നിങ്ങൾക്ക് മറ്റു കോൾ വരികയോ ആ ഒച്ച കേൾക്കുകയൊന്നും ചെയ്താലും അവരതിനെക്കുറിച്ച് ബോധറാവത്തില്ല. കാരണം അവർക്കറിയാം നിങ്ങൾ അവരെ ചതിക്കത്തില്ല. കാരണം ആ ഒരു ബേസിക് ട്രസ്റ്റ് ഉണ്ട്. ആ ഒരു ബേസിക് ട്രസ്റ്റ് ഇല്ലാത്തടുത്ത് നിങ്ങൾ എത്രയൊക്കെ പറഞ്ഞ് വിശ്വസിപ്പിക്കാൻ നോക്കിയാലും അവരത് വിശ്വസിക്കത്തില്ല. കാരണം നിങ്ങൾ അടിസ്ഥാനമായിട്ട് വിശ്വാസമില്ല. അപ്പോൾ ആ വിശ്വാസമില്ലാത്ത വ്യക്തിയുടെ ഒരിക്കലും നിങ്ങൾ സ്നേഹിച്ചിട്ട് കാര്യമില്ല. അപ്പോൾ അങ്ങനെയുള്ള വ്യക്തികളുടെ സ്നേഹത്തിന് വേണ്ടി നിങ്ങൾ യാചിച്ച് അവരുടെ വിശ്വാസത്തിന് വേണ്ടി നിങ്ങൾ തെളിവുകൾ നിരത്തിയാലും അവർക്ക് നിങ്ങളോടുള്ള വില പോവത്തേ ഉള്ളൂ. എന്നാൽ നിങ്ങളൊരു പരിധിയിൽ കഴിഞ്ഞ് നിങ്ങളെ തന്നെ വിശദീകരിക്കാതിരിക്കുമ്പോൾ അവർക്ക് സൗകര്യം ഉണ്ടെങ്കിൽ മനസ്സിലാക്കിയാൽ മതി. നമ്മൾ പറയാനുള്ള കാര്യമാണെങ്കിൽ ജസ്റ്റ് ഒന്ന് പറഞ്ഞു കൊടുക്കുന്നു. എന്നിട്ട് മനസ്സിലായില്ലേ നിങ്ങൾ ആ ഓവർ എക്സ്പ്ലനേഷന് പോകണ്ട. മനസ്സിലായില്ലേ മനസ്സിലാവണ്ട, മനസ്സിലാക്കുന്നവർ മനസ്സിലാക്കിയാൽ മതി. ആ ഒരു തീരുമാനത്തിൽ നിങ്ങൾ ഉറച്ചു നിൽക്കുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങളെ അവരിട്ടിട്ട് പോകണമെങ്കിൽ പൊക്കോട്ടെ, ആ രീതിയിൽ അങ്ങ് നിൽക്കുമ്പോഴുണ്ടല്ലോ അവർക്ക് നിങ്ങളോട് ശരിക്കും ബഹുമാനം തോന്നും. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ വില അവർക്ക് കൃത്യമായിട്ട് തന്നെ മനസ്സിലാവും. നിങ്ങൾ ആ രീതിയിലൊന്ന് പെരുമാറി നോക്കിയാൽ മാത്രം മതി. ഇപ്പോൾ എന്തുകൊണ്ടാണ് നിങ്ങളോട് വിലയില്ലാത്തത്? എന്നെ ഒന്ന് വിശ്വസിക്കുമോ എന്ന് പറഞ്ഞിട്ട് അവരുടെ പുറകെ ഇങ്ങനെ കെഞ്ചി നടക്കുന്നതുകൊണ്ടാണ് അവർക്ക് വിലയില്ലാത്തത്. നിങ്ങൾ ഈ രീതിയിലൊന്ന് പെരുമാറി നോക്കിയേ, അവർ നിങ്ങൾക്ക് മര്യാദയ്ക്ക് വില തരും. ഇനി മൂന്നാമായിട്ട്, നിങ്ങൾക്ക് റെസ്പെക്റ്റ് തരാത്ത ബന്ധങ്ങളിൽ, അല്ലെങ്കിൽ നിങ്ങളെ ഡിസ്റെസ്പെക്റ്റ് ചെയ്യുന്ന ബന്ധങ്ങളിൽ നിന്നും നിങ്ങൾ ഇറങ്ങിപ്പോകണമെന്നുള്ളതാണ്, അല്ലെങ്കിൽ ആ ബന്ധം വേണ്ടെന്ന് വെക്കണമെന്നുള്ളതാണ്. അപ്പോൾ നമ്മളൊരു സ്നേഹബന്ധത്തിലൊക്കെ എന്തുകൊണ്ടാണ് പലപ്പോഴും നമ്മളെ പലരും ഡിസ്റെസ്പെക്റ്റ് ചെയ്യുന്നത്? കാരണം നമ്മൾ നിന്നു കൊടുത്തിട്ടാണ്. നമ്മളെ ആദ്യമേ തന്നെ ഡിസ്റെസ്പെക്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ അത് നോ പറയത്തില്ല. അത് ഓക്കെ, അവരെന്നെ ആട്ടിയാലും തുപ്പിയാലും ഓക്കെ, അതൊക്കെ അവരുടെ അവകാശമാണെന്നുള്ള രീതി നമ്മൾ സ്വയം, ചിലവർക്ക് ഇങ്ങനെ ഒരു ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് തോന്നുമ്പോഴാണ് അങ്ങനെ നിന്നു കൊടുക്കുന്നത്. കുഴപ്പമില്ല, അവർ ഇച്ചിരി കഴിയുമ്പോൾ ശരിയാവുമായിരിക്കും, എൻ്റെ വില അവർ തിരിച്ചറിയായിരിക്കും എന്നൊക്കെ പറഞ്ഞ് നിന്ന് കഴിഞ്ഞാൽ നിങ്ങളുടെ വില ഒരിക്കലും തിരിച്ചറിയത്തില്ല. അപ്പോൾ നിങ്ങളെ ആദ്യമേ ഡിസ്റെസ്പെക്റ്റ് ചെയ്യുന്നു. അപ്പോൾ നിങ്ങൾ പറയുന്നില്ല എനിക്ക് എന്നെ ആ രീതിയിൽ ഡിസ്റെസ്പെക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ള കാര്യം തുറന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പിന്നെ അങ്ങനെ ചെയ്യില്ല, അവർക്ക് മാന്യതയുണ്ട്. അതല്ല, അവർ വീണ്ടും നിങ്ങളെ ഡിസ്റെസ്പെക്റ്റ് ചെയ്യാൻ തുടരും അല്ലെങ്കിൽ ഈ ഒരു പ്രവൃത്തി ഇങ്ങനെ തുടർന്നുകൊണ്ടേ ഇരിക്കുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ആ ബന്ധം നിർത്തിയിട്ട് പോവുക എന്നുള്ളതാണ്. കാരണം നിങ്ങൾ വീണ്ടും അവിടെ കടിച്ചു തൂങ്ങി നിന്നു കൊടുക്കുമ്പോഴാണ് അവർ വീണ്ടും നിങ്ങളെ ഇൻസൾട്ട് ചെയ്യുന്നത്. ഓംബ്ര എന്നുള്ള രീതിയിൽ നമ്മൾ നിന്നു കൊടുത്താൽ അവർ തീർച്ചയായിട്ടും നമ്മളെ ഡിസ്റെസ്പെക്റ്റ് ചെയ്യും. അപ്പോൾ എന്താണ്, നമുക്ക് ആ ഒരു ഈക്വാലിറ്റി എന്നുള്ളൊരു ഫീലിംഗ് വേണം. അപ്പോൾ നമ്മൾ സ്ത്രീ പുരുഷന്മാർക്ക് തമ്മിലൊരു ഈക്വാലിറ്റി ഉണ്ട്. അപ്പോൾ നമുക്ക് പല രീതിയിലുള്ള ഡിഫറൻസും ഉണ്ടായിരിക്കും. അപ്പോൾ ഡിഫറൻസുകൾ ഉണ്ട് എന്ന് വെച്ചാൽ ഇപ്പോൾ ബയോളജിക്കലി നോക്കുമ്പോൾ പല ഡിഫറൻസും ഉണ്ട്. ഇപ്പോൾ സ്ത്രീകളെ സംബന്ധിച്ച് അവർക്ക് ശാരീരികമായിട്ടുള്ള ബലം കുറച്ച് കുറവായിരിക്കാം, കായികക്ഷമത കുറച്ച് കുറവായിരിക്കാം, പുരുഷനായിരിക്കും അത് കൂടുതൽ എന്ന് പറഞ്ഞുകൊണ്ട് പുരുഷൻ അവിടെ സുപ്പീരിയർ ആണെന്നില്ല. മറിച്ച് അതൊക്കെ ഒരു ബയോളജിക്കൽ ഡിഫറൻസ് ആണ്. ആ ഡിഫറൻസ് നമ്മുടെ ജീവൻ്റെ നിലനിൽപ്പിനും നമ്മുടെ ഒരു മാനുഷിക പരമായിട്ടുള്ള മനുഷ്യകുലത്തിൻ്റെ തന്നെ നിലനിൽപ്പിനും പുതിയ ജീവനുകൾ ഉണ്ടാകാനും ഒക്കെ അത്യന്താപേക്ഷിതമായിട്ടുള്ളത് കൊണ്ടാണ്. ഇപ്പോൾ പുരുഷനുള്ള ചില കുറവുകൾ സ്ത്രീക്ക് അത് പരിഹരിക്കുന്ന രീതിയിൽ അത് കൂടുതലുണ്ടാവും സ്ത്രീയിൽ. ഇനി സ്ത്രീക്കുള്ള ചില കുറവുകൾ പുരുഷനിൽ അത് കൂടുതലുണ്ടായിരിക്കും ഈ സ്ത്രീയുടെ കുറവ് പരിഹരിക്കുന്ന രീതിയിൽ. അങ്ങനെ പരസ്പര പൂരകങ്ങളാണ്, അനുപൂരകങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ബയോളജിക്കൽ ഡിഫറൻസോ മറ്റെന്ത് തരത്തിലുള്ള ഡിഫറൻസോ ഒരിക്കലും തുല്യത ഇല്ലാതാക്കുന്നില്ല എന്നുള്ളതാണ്. കാരണം മനുഷ്യരെന്ന രീതിയിൽ നമ്മളെല്ലാവരും തുല്യരാണ്. അതുപോലെ തന്നെ പണക്കാരനെന്നോ പാവപ്പെട്ടവനെന്നോ ഇല്ല. ഇപ്പോൾ ഒരു പെൺകുട്ടി വളരെയധികം പണക്കാരിയാണ്, അവൾക്ക് വിദ്യാഭ്യാസം ഉണ്ട് എന്നുള്ളതുകൊണ്ട് ഒരു പുരുഷൻ പാവപ്പെട്ടവനാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവൻ അവിടെ ഇൻഫീരിയർ ആവുന്നില്ല. അപ്പോൾ അതുകൊണ്ട് അവൻ ഒരിക്കലും ഓർക്കരുത് അയ്യോ അവൾക്ക് എന്നെ കഴിഞ്ഞ് സൗന്ദര്യമുണ്ട്, പണമുണ്ട്, അതുകൊണ്ട് അവൾ എന്നെ സ്നേഹിക്കുന്ന അവളുടെ ഒരു ഔദാര്യമാണ് എന്നുള്ള രീതിയിൽ ഞാൻ എടുക്കുമ്പോൾ അത് എന്നിൽ തന്നെ ഒരു ഇൻഫീരിയോറിറ്റി കോംപ്ലക്സും ഇൻസെക്യൂരിറ്റീസും കൊണ്ടുവരും. അപ്പോൾ അതുകൊണ്ട് തന്നെ അവൾ എന്ത് തെറ്റ് ചെയ്താലും ഞാൻ അതിനൊക്കെ ഓംബ്ര എന്ന് പറഞ്ഞിട്ട് നിന്ന് കൊടുക്കും. അപ്പം ആ രീതിയിൽ അവർ പിന്നെ നമ്മളെ ഇൻസൾട്ട് ചെയ്യാൻ തുടങ്ങും, ഡിസ്റെസ്പെക്റ്റ് ചെയ്യാൻ തുടങ്ങും. അപ്പം നമ്മൾ ഓർക്കണേ ഓക്കെ അവർക്ക് അതിനുള്ള അവകാശമുണ്ട്, അധികാരമുണ്ട്, അവരെന്നെ കഴിഞ്ഞ് സുപ്പീരിയർ ആണ് എന്ന് ചിന്തിക്കുമ്പോൾ നമ്മൾ അതിനൊക്കെ നിന്ന് കൊടുക്കും. അപ്പോൾ അവർ വീണ്ടും നമ്മളെ ഇങ്ങനെ ഡിസ്റെസ്പെക്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. അല്ലെ അവർ ഭയങ്കര സുന്ദരിയാണ്, അപ്പോൾ അവരെ കഴിഞ്ഞ് എത്ര സുന്ദരിയായിട്ടുള്ള ഒരാൾക്ക് എന്നെ കിട്ടത്തില്ല, അതുകൊണ്ട് ഇച്ചിരി ആട്ടും തുപ്പും സഹിച്ചാലും കുഴപ്പമില്ല, ഈ ഒരു സുന്ദരീനെ വിട്ട് കളയണ്ട എന്നുള്ള മനോഭാവത്തോടെയൊക്കെ നിൽക്കുമ്പോൾ നമ്മൾക്ക് ഈ ഒരു ആട്ടും തുപ്പലും കിട്ടിക്കൊണ്ടേയിരിക്കും. അവിടെ നമ്മുടെ വില അവർക്ക് മനസ്സിലാവത്തില്ല. അപ്പോൾ അവർക്ക് നമ്മുടെ വില മനസ്സിലാവണമെങ്കിൽ നമ്മൾ നമ്മുടെ യഥാർത്ഥത്തിലുള്ള ആ ഒരു തുല്യതാ ബോധത്തിലേക്ക് വളരണം. ഞാനും അവരും തുല്യരാണ്, ഒരു രീതിയിൽ നമ്മൾ താന്നു കൊടുക്കേണ്ട കാര്യമില്ല. അപ്പം ബന്ധങ്ങളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ്മെൻ്റ് ഒക്കെ വേണം, വിട്ടുവീഴ്ചകളൊക്കെ വേണം. അപ്പം ഇവിടെ താന്നു കൊടുക്കേണ്ടതെന്ന് പറയുമ്പോൾ അതല്ല ഉദ്ദേശിക്കുന്നത്, വിട്ടുവീഴ്ചയുടെ കാര്യമല്ല ഉദ്ദേശിക്കുന്നത്. അതായത് നമ്മളൊരു ഇൻഫീരിയർ ആയിട്ട് ഒരു അടിമയെപ്പോലെ ആർക്കും നിന്ന് കൊടുക്കേണ്ട കാര്യമില്ല. നമ്മളിൽ ഒരിക്കലും ആ ഒരു ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ഉണ്ടാവരുത്. അപ്പോൾ നമ്മളെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ അധിക്ഷേപിക്കുകയും ഇൻസൾട്ട് ചെയ്യുന്നവരുടെയും ആ ബന്ധം എനിക്ക് വേണ്ടാന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇറങ്ങിപ്പോകണം. അപ്പോൾ അവർക്ക് പോലും നമ്മളോട് ബഹുമാനം തോന്നും. അപ്പോൾ അവൻ എനിക്ക് ഒട്ടും താഴെയല്ല, അല്ലെ അവൾ എനിക്കൊട്ടും താഴെയല്ല, അവർക്ക് അവളുടേതായിട്ടുള്ള സെൽഫ് റെസ്പെക്റ്റ് ഉണ്ട്, അവരുടെ വില അവർക്ക് തന്നെ അറിയാം. അപ്പം ഒരിക്കലും എനിക്ക് ഇനി അവരെ പുച്ഛിക്കാനുള്ള അവകാശമില്ല എന്നവർക്ക് മനസ്സിലാവും. നിങ്ങളുടെ വില അവിടെ തിരിച്ചറിഞ്ഞിരിക്കും. ഇനിയിപ്പോൾ ആ ബന്ധം നഷ്ടപ്പെട്ടാൽ പോലും നിങ്ങളുടെ വില അവർക്ക് മനസ്സിലാവും. അപ്പോൾ ആ രീതിയിൽ നമ്മൾ നമ്മുടെ വില മനസ്സിലാക്കി കൊടുത്തില്ലെങ്കിൽ മറ്റാരും ആ വില തിരിച്ചറിയത്തില്ല എന്നുള്ളതാണ്. നമ്മൾ വിലയില്ലാത്തവരായി തീരും. അപ്പോൾ അതുകൊണ്ട് സ്വയം അങ്ങനെ വിലയില്ലാത്തവരായി തീരരുത്. നമ്മളെ ഇൻസൾട്ട് ചെയ്യുന്ന ബന്ധങ്ങളിൽ നിന്ന്, ഡിസ്റെസ്പെക്റ്റ് ചെയ്യുന്ന ബന്ധങ്ങളിൽ നിന്നും ഇറങ്ങിപ്പോരാനുള്ള നട്ടൽ നമുക്കുണ്ടായിരിക്കണം.